ചെയ്യണം? ഒരു ഫംഗ്ഷനിലേക്ക്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ സി ഓഫ് ജി ഒമേഗ എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സെറ്റ് എഫിനെ നോർമൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെറ്റ് നോർമൽ എന്ന് പറയണമെങ്കിൽ എപ്പോഴാണ്? എഫിലെ ഓരോ സീക്വൻസിനും സബ് സീക്വൻസ് ഉണ്ടായിരിക്കണം. ആ സബ് സീക്വൻസ് എവിടേക്ക് കൺവേർട്ട് ചെയ്യണം? കണ്ടിന്യൂസ് ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ബേസ് ചെയ്തിട്ടൊരു പ്രൊപ്പോസിഷനാണ്. എ സെറ്റ് എഫ് സബ്സെറ്റ് ഓഫ് സി ഓഫ് ജി ഒമേഗ ഈസ് നോർമൽ. അതൊരു നോർമൽ സെറ്റാണ്. അപ്പോൾ നോർമൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സബ് സീക്വൻസ് ഉണ്ടാവും. അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ സെറ്റിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. If and only for every compact set K subset G and delta greater than 0, there are functions f1, f2, etc. fn in f such that for f in capital letter F, there is at least one K, 1 less than or equal to K less than or equal to n, with supremum of D of f z, fk of z, such that z element of K is less than delta. അതായത് എഫ് എന്ന് പറഞ്ഞ സെറ്റ് നോർമലാണ്. അങ്ങനെയാണെങ്കിൽ എവരി കോമ്പാക്ട് സെറ്റ് കെ സബ്സെറ്റ് ഓഫ് ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ്, ആ ജിയിലെ എല്ലാ കോമ്പാക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. സോ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റുകൾ എന്തായിരിക്കും? ജിയുടെ സബ്സെറ്റ് ആയിരിക്കും. പിന്നെ ഡെൽറ്റ എന്ന് പറഞ്ഞൊരു ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുകയാണ്, അത് ഗ്രേറ്റർ ദാൻ 0. ഡെൽറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 0. ദർ ആർ ഫങ്ഷൻസ് f1, f2, etc. fn പറഞ്ഞ ഫങ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഏതിലെ? എഫിലാണ് f1, f2, etc. fn പറഞ്ഞ ഫങ്ഷൻ. സച്ച് ദാറ്റ് ഫോർ എഫ് ഇൻ എഫ്, വേറൊരു എഫ് എന്ന് പറഞ്ഞാൽ അതും എന്തിലാണ്? എഫിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമ്മൾ എടുത്തു. കെയിലെ ഒരു എലമെൻറ്റാണ്, ഒരു കോമ്പാക്ട് സെറ്റാണ്. അതിൽ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതാണ് എഫ് ഓഫ് സെഡ്. ആൻഡ് എഫ് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F1, F2, എക്സെട്ര Fn പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ എഫ് ഓഫ് സെഡും അതേപോലെ F1 ഓഫ് സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതേപോലെ എന്താണ് അത്? ആ ഒരു ഡിസ്റ്റൻസ് ഡി ഓഫ്, പിന്നെ ഡി ഓഫ് എഫ് ഓഫ് സെഡും F2 ഓഫ് സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്, പിന്നെ എഫ് ഓഫ് സെഡും F3 ഓഫ് സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്, പിന്നെ എഫ് ഓഫ് സെഡും F4 ഓഫ് സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതേപോലെ F1ഉം Fn ഓഫ് സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, Fn ഓഫ് സെഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതിൻ്റെയൊക്കെ സുപ്രീമ എന്തായിരിക്കും? ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇസ് ലെസ് ദാൻ ഡെൽറ്റ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് തിരിച്ചും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതായത് സുപ്രീമ ഓരോ ഫംഗ്ഷനും F1 ഓഫ് സെഡ് അതേപോലെ F2 ഓഫ് സെഡ് അതിൻ്റെയൊക്കെ ഡിസ്റ്റൻസും തമ്മിലുള്ള സുപ്രീമം ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ നമ്മളുടെ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? അതായത് ഈ ഫംഗ്ഷൻസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് നോർമൽ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം പ്രൂഫ്. സപ്പോസ് എഫ് ഇസ് നോർമൽ, നമ്മൾ എന്ത് ചെയ്യുക? എഫ് നോർമൽ ആണെന്ന് സപ്പോസ് ചെയ്ത്, ആൻഡ് ലെറ്റ് കെ ആൻഡ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പാക്ട് സെറ്റാണ്, ആൻഡ് ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളതാണ്. ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആണെന്നും കെ കോമ്പാക്റ്റ് ആണെന്നൊക്കെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രൊപ്പോസിഷനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ബൈ ലെമ്മ 1.7. ലെമ്മ 1.7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് 1.7. അതായത് ലെമ്മ 1.7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെട്രിക് പി ഉണ്ടെങ്കിൽ സുപ്രീമം ഓഫ് ഡി ഓഫ് എഫ് ഓഫ് സെഡും ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞ രണ്ട് ഫങ്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതെന്ത് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ റോ ഓഫ് എഫ് കോമ ജി എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞൊരു ലെമ്മ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അത് ഒരു കോമ്പാക്ട് സെറ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഒരു ലെമ്മ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ദർ ഈസ് ആൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ 1.9 ഹോൾഡ്. 1.9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു ഇക്വേഷൻ എഴുതിയില്ലേ, ആ ഇക്വേഷൻ ഹോൾഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഓക്കെ, 1.9 ഹോൾഡ് ചെയ്യും. 1.9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളുടെ ആ റോ ഓഫ് എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇക്വേഷൻ. അതായത് 1.9 എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. 1.9 എന്ന് പറഞ്ഞ ഇക്വേഷൻ റോ ഓഫ് എഫ് കോമ ജി ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അതായത് അതിൻ്റെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷണൽ സുപ്രീമം ഓഫ് ഡി ഓഫ് എഫ് ഓഫ് സെറ്റ് കോമ ജി ഓഫ് സെറ്റ് ഇസ് ലെസ് ദാൻ ഡെൽറ്റ.
അതായത് ഇത് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയിരുന്നു. ഈ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ സുപ്രീമത്തിൻ്റെ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞത് 1.9 ഹോൾഡ് ചെയ്യുന്നതാണ്. 1.9 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് 1.9 പറഞ്ഞ ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, ബട്ട് സിൻസ് എഫ് ഈസ് കോമ്പാക്ട്, എഫ് ഒരു കോമ്പാക്ട് സെറ്റാണ്, അല്ല എഫ് ഇൻവേഴ്സ് കോമ്പാക്ട് സെറ്റാണ്. എഫ് ഇൻവേഴ്സ് കോമ്പാക്ട് സെറ്റ് എന്ന് പറയാൻ കാരണം എന്താ, എഫ് കോമ്പാക്റ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഇൻവേഴ്സും f⁻⁻1 അതും എന്താ, അല്ല എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, എഫ് കോമ്പാക്റ്റ് ആണെങ്കിൽ എഫ് ഇൻവേഴ്സും കോമ്പാക്റ്റ് ആയിരിക്കും. അതെ, എഫ് ഈസ് ടോട്ടലി ബൗണ്ടഡ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എഫ് എന്ന് പറഞ്ഞത് ടോട്ടലി ബൗണ്ടഡ് ആണെന്ന് പറയാം. ഓക്കെ, സോറി ഇവിടെ ഇൻവേഴ്സ് ഒന്നുമില്ല കേട്ടോ, ഇവിടെ അത് ഇതാണ്. അതായത് എഫ് കോമ്പാക്റ്റ് ആണ്, എഫ് കോമ്പാക്റ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ടോട്ടലി ബൗണ്ടഡ് ആണെന്ന് പറയാം. കാരണം വെച്ചാൽ കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് പറയുമ്പോൾ ബൗണ്ടഡ് വരുന്നതുകൊണ്ട് ടോട്ടലി ബൗണ്ടഡ് ആണെന്ന് പറയാം. ഓക്കെ, സോ the totally bounded, so there are f1 f2 etc fn in f such that നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, d of f of z fk of z എന്ന് പറഞ്ഞത് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സച്ച് ദാറ്റ് നമ്മൾ സുപ്രീമം എഫ് സബ്സെറ്റ് ഓഫ് യൂണിയൻ k equal to 1 to n f such that rho of f comma fk is less than epsilon. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യണം. നമ്മൾ പറഞ്ഞു rho of f comma fk എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് സുപ്രീമം ഓഫ് d of f comma fk എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും എന്ന് പറയും. ഓക്കെ, അപ്പോൾ എഫ് ഇതിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് എന്ന് പറയുന്നത് ഇതിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, റോ ഓഫ് എഫ് കോമ എഫ് കെയുടെ സബ്സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിസ്റ്റൻസ് ഓഫ് എഫ് ഓഫ് സെഡ് എഫ് കെ ഓഫ് സെഡ് എന്ന് പറഞ്ഞത് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും എന്ന് പറയാം. ദാറ്റ് ഈസ് എഫ് സാറ്റിസ്ഫൈ ദി കണ്ടീഷൻ ഓഫ് ദി പ്രൊപ്പോസിഷൻ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഇതും സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാം. ഓക്കെ, അത് നമ്മൾ ആ ലെമ്മ യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് ഫോർ ദി കോൺവേഴ്സ്, അതിന് കോൺവേഴ്സ് പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സുപ്രീമം ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എഫ് ഒരു നോർമൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഫോർ ദി കോൺവേഴ്സ് എഫ് ഹാസ് ദി സ്റ്റേറ്റഡ് പ്രോപ്പർട്ടി. എഫ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, നമ്മൾ സ്റ്റേറ്റ് ചെയ്ത പ്രോപ്പർട്ടി എന്തായിരുന്നു, ഇതാണ്. ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇതിപ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സിൻസ് ഇറ്റ് റൈറ്റ്ലി ഫോളോ ദാറ്റ് എഫ് ഈസ് ഓൾസോ, ഈ ഒരു ഇതൊന്നും ഇല്ല, മൈനസില്ല, എഫ് ഈസ് ഓൾസോ സാറ്റിസ്ഫൈസ് ദി കണ്ടീഷൻ അസ്യൂം ദാറ്റ് എഫ് ഈസ് ക്ലോസ്ഡ്. എഫ് ക്ലോസ്ഡ് ആയിരിക്കും. നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് നോർമലാണെന്നാണ്. നോർമലാണെങ്കിൽ അതിന് സബ്സീക്വൻസ് ഉണ്ടെന്നും അതേപോലെ അത് അതിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ എഫ് ക്ലോസ്ഡ് ആണെന്ന് സപ്പോസ് ചെയ്തു. ബട്ട് സിൻസ് സി ഓഫ് ജി ഒമേഗ ഈസ് കംപ്ലീറ്റ്, സി ഓഫ് ജി ഒമേഗ പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും. എഫ് മസ്റ്റ് ബി കംപ്ലീറ്റ്. അപ്പോൾ സി ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള എഫ് എന്തായിരിക്കും, അതെന്തായാലും കംപ്ലീറ്റ് ആയിരിക്കും. ആൻഡ് അഗെയിൻ യൂസിങ് ലെമ്മ യൂസ് ചെയ്യുക. 1.7 എന്ന് പറഞ്ഞാൽ ആ ലെമ്മയിൽ നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ്ഡ് ആൻഡ് കോമ്പാക്ട് സെറ്റ് ആണെങ്കിൽ എന്താണ് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു പറഞ്ഞിട്ട് അഗെയിൻ യൂസിങ് ലെമ്മ ഇറ്റ് റീഡ്ലി ഫോളോ ദാറ്റ് എഫ് ഈസ് ടോട്ടലി ബൗണ്ടഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ക്ലോസ്ഡും ആണ് കംപ്ലീറ്റും ആണ്. സോ നമുക്ക് എന്ത് പറയാം, എഫ് ഈസ് ടോട്ടലി ബൗണ്ടഡ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൽ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു തിയറാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന തിയറാണ്. അതായത് എഫ് ക്ലോസ്ഡും കംപ്ലീറ്റും ആണെങ്കിൽ ടോട്ടലി ബൗണ്ടഡ് ആണ്. ടോട്ടലി ബൗണ്ടഡ് ആണ്. പിന്നെ എഫ് കോമ്പാക്റ്റ് ആണെന്ന് നമ്മളിവിടെ സപ്പോസ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റിൽ എഫ് കോമ്പാക്റ്റ് ആണ് സപ്പോസ് ചെയ്യുന്നുണ്ട്. സോ എഫ് ടോട്ടലി ബൗണ്ടഡും കോമ്പാക്റ്റും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് നോർമൽ ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. എഫ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റാണ് നമ്മൾ അസ്യൂം ചെയ്തു. എന്തായിരിക്കും, എഫ് ക്ലോസ്ഡ് ആയിരിക്കും, കാരണം കണ്ടിന്യൂസ് ഫങ്ഷൻസ് ക്ലോസ്ഡ് സെറ്റാണ്. സോ ക്ലോസ്ഡ് ആണ്. ആ എഫ് ക്ലോസ്ഡും ആണ്, പ്ലസ് സി ഓഫ് ജി ഒമേഗ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. സോ എഫ് എന്തായിരിക്കും, കംപ്ലീറ്റ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് ആൻഡ് കംപ്ലീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ടോട്ടലി ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു. ടോട്ടലി ബൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, therefore ഇറ്റ് ഈസ് നോർമൽ. കോമ്പാക്റ്റും ടോട്ടലി ബൗണ്ടഡും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു നോർമൽ സെറ്റാണെന്ന് പറയും. ഓക്കെ, അതായത് അത് ഇതിന് മുന്നുള്ള തിയറത്തിൽ പറയുന്നതാണ്. എഫ് എന്ന് പറഞ്ഞത് നോർമൽ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് ക്ലോഷർ ഈസ് കോമ്പാക്റ്റ്. ക്ലോഷറാണ് കോമ്പാക്റ്റ് ആയിരിക്കണമെന്ന്. അതായത് കോമ്പാക്റ്റ് ആയ സെറ്റിൽ അത് എന്തായിരിക്കും, നോർമൽ ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ
ഇവിടെ എഫ് ക്ലോഷർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? സോറി. അപ്പോൾ എഫ് നോർമലാണെന്ന് ഞാൻ ഇതിൻ്റെ സപ്പോസ് ചെയ്തല്ലേ. ഇവിടെ എഫ് ബട്ട് സിൻസ് എഫ് ക്ലോഷർ ഈസ് കോമ്പാക്ട് എന്നാട്ടോ. എഫ് ക്ലോഷർ കോമ്പാക്റ്റ് എന്ന് പറയാൻ കാരണം എഫ് നോർമലാണെങ്കിൽ അതിൻ്റെ ക്ലോഷർ കോമ്പാക്റ്റ് ആയിരിക്കും. ഓക്കെ, അത് വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. അത് വെച്ചിട്ടാണ് അത് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് അതേപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ സപ്പോസ് ചെയ്യുന്നുണ്ട് എഫ് കോമ്പാക്റ്റ് ആണ്. നമുക്ക് ആദ്യം നമ്മൾ സ്റ്റേറ്റിനയിൽ പറയുന്നുണ്ട്. സോ എഫ് ക്ലോഷർ എന്താ, ഈ കണ്ടീഷൻ എഫ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ കണ്ടീഷനും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, എഫ് ക്ലോഷറും സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. സോറി, അതിൽ മിസ്റ്റേക്ക് വന്നതാണ്. ദെൻ നെക്സ്റ്റ് ഒരു ചെറിയൊരു കൺസെപ്റ്റാണ് പറയുന്നത്. ചെറിയൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഈ ഒരു ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് അടുത്തൊരു തിയറം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാവുക. എക്സ് എൻ ഡി എൻ ബി എ മെട്രിക് സ്പേസ്. എക്സ് എൻ ഡി എന്ന് പറഞ്ഞാൽ മെട്രിക് സ്പേസ് ആണ്. ഫോർ ഈച്ച് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെറ്റ് എക്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് എൻ ഈക്വൽ ടു 1 to infinity എക്സ് എൻ. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് എൻ ഈക്വൽ ടു 1 to infinity എക്സ് എൻ ആണ്. ബി ദയർ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു സൈ ഈക്വൽ ടു എക്സ് എൻ സച്ച് ദാറ്റ് എക്സ് എൻ എലമെൻറ്റ് ഓഫ് എക്സ് എൻ വരും. സൈ എന്നാണ് കേട്ടോ. ഫോർ ഈച്ച് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ സൈ ഈക്വൽ ടു എക്സ് സെറ്റ് എക്സ് എൻ ആൻഡ് ഈറ്റ ഈക്വൽ ടു വൈ എൻ. ഇൻ എക്സ് ഡിഫൈൻ ഡി ഓഫ് സൈ ഈറ്റ. സൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസും സീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ എന്ന് പറഞ്ഞ സീക്വൻസാണ്. ദെൻ ഡി ഓഫ് സൈ ഈറ്റ എന്ന് പറഞ്ഞാൽ സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity 1/2 raised to n ഡി എൻ ഓഫ് എക്സ് എൻ കോമ വൈ എൻ ഡിവൈഡഡ് 1 + ഡി എൻ ഓഫ് എക്സ് എൻ കോമ വൈ എൻ. ഈ ഒരു ഇതൊരു ഡെഫിനിഷനാണ്. അതെന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കും. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊപ്പോസിഷൻ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity എക്സ് എൻ കോമ ഡി വേർ ഡി ഈസ് ഡിഫൈൻഡ് ബൈ 1.17. 1.17 പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈസ് എ മെട്രിക് സ്പേസ്. അതൊരു മെട്രിക് സ്പേസ് ആണെന്നാണ് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്തായാലും എന്താണ്, ഒരു മെട്രിക് സ്പേസ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കാം, ഇതിപ്പോൾ ഒരു മെട്രിക് സ്പേസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇതാണ്. ഇതൊരു മെട്രിക് സ്പേസ് ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് ഓഫ് എക്സ് എൻ കോമ വൈ എന്ന് പറഞ്ഞത് ഒരിക്കലും എന്താവില്ല, മെട്രിക് സ്പേസ് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താ, ഡി ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞത് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആൻഡ് ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈക്വൽ ടു വൈ, ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഡി ഓഫ് എക്സ് വൈയും ഡി ഓഫ് വൈ എക്സും ഈക്വൽ ആയിരിക്കണം. ദെൻ തേർഡ് വൺ പറയുന്നത് ഡി ഓഫ് എക്സ് സെഡ് ഈക്വൽ ടു is less than or equal to d of xy plus d of yz ആയിരിക്കും. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്യണം. അപ്പോൾ അതാണ് 3 കണ്ടീഷൻസ് പറഞ്ഞത്. അപ്പോൾ ആ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡി ഓഫ് എക്സ് എൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈ എന്ന് പറഞ്ഞൊരു എലമെൻറ്റാണ്. വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ എന്ന് പറഞ്ഞ സീക്വൻസ് സീറ്റ എന്ന് പറഞ്ഞ എലമെൻറ്റാണ്. അതിനുമ്പോൾ ഡിസ്റ്റൻസ് ഒരിക്കലും എന്താവില്ല, ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുള്ളൂ. ഒരിക്കലും എന്താവില്ല, അത് ലെസ് ദാൻ 0 ആവില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ് ഈക്വൽ ടു വൈ ആകുമ്പോൾ ഡിസ്റ്റൻസ് എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സ് എൻ ഈക്വൽ ടു വൈ എൻ ആകുമ്പോൾ 0 ആയിരിക്കും. സെക്കൻഡ് കണ്ടീഷൻ കമ്മ്യൂട്ടേറ്റീവാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ എക്സ് എൻ വൈ എൻ എഴുതിയാലും ഡി ഓഫ് വൈ എൻ എക്സ് എൻ എഴുതിയാലും എന്താണ്, സെയിം ആണ്. ഓക്കെ, ഈ രണ്ടിൻ്റെ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും, മെട്രിക്കിൻ്റെ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയും ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ മെട്രിക് സ്പേസ്, അത് മെട്രിക് സ്പേസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ മെട്രിക് സ്പേസ് ആണെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. ഇഫ് സൈ റേസ് ടു കെ ഈക്വൽ ടു എക്സ് എൻ റേസ് ടു കെ എൻ ഈക്വൽ ടു 1 to infinity is in sigma n equal to 1 to infinity xn then psi raised to k to psi equal to xn if and only if xn raised to k implies xn for each n. For each n also if each xn comma dn is compact then x is compact. അപ്പോൾ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ സൈ റേസ് ടു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. സീക്വൻസിൻ്റെ കേത്ത് പവർ എൻ ഈക്വൽ ടു 1 to infinity. എൻ എന്ന് പറഞ്ഞത് ഇവിടെ എക്സ് എൻ എന്ന് പറഞ്ഞത്, അതായത് x1 റേസ് ടു കെ, x2 റേസ് ടു കെ, xn റേസ് ടു കെ. ഓക്കെ, അങ്ങനെ എക്സെട്ര എക്സ് ഇൻഫിനിറ്റി റേസ് ടു കെ എന്നാണ് പറഞ്ഞത്. ഇവിടെ എക്സ് കെ റേസ് ടു. അതേപോലെ എക്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പ്രോഡക്റ്റ് എൻ ഈക്വൽ ടു 1 to infinity എക്സ് എൻ ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ സൈ റേസ് ടു കെ എന്ന് പറഞ്ഞത് സൈയിലേക്ക് ഡിഫൈൻ ചെയ്യും. സൈ റേസ് ടു കെ എന്ന് പറഞ്ഞത് സൈയിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. സൈ റേസ് ടു കെ സൈയിലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ്
എക്സ് എൻ റേസ് ടു കെ എന്ന് പറഞ്ഞത് എക്സ് എന്നിലേക്കാണ് മാപ്പ് ചെയ്യുക. അപ്പോൾ സൈ റേസ് ടു കെ എന്ന് പറയുന്നത് എക്സ് എൻ റേസ് ടു കെ എന്നാണ്. അതേപോലെ സൈ എന്ന് പറയുന്നത് എക്സ് എൻ ആണ്. ഈ സൈ റേസ് ടു കെ എന്ന് പറയുന്നത് സൈയിലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സ് എൻ റേസ് ടു കെ എന്ന് പറയുന്നത് എക്സ് എന്നിലേക്കാണ് മാപ്പ് ചെയ്യുക എന്നാണ് ഫസ്റ്റ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ മെട്രിക് സ്പേസ് ആണ് പ്രൂവ് ചെയ്തു. ആൻഡ് സെക്കൻഡ് വൺ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് തേർഡ് വൺ പറയുന്നത് എക്സ് എൻ ഡി എൻ പറഞ്ഞ കോമ്പാക്റ്റ് ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞത് കോമ്പാക്റ്റ് ആയിരിക്കുന്നതാണ്. ഡി എൻ പറഞ്ഞ മെട്രിക് സ്പേസ് ആണ്, എക്സ് എന്ന് പറഞ്ഞ ഒരു നോൺ എം ടി സബ്സെറ്റ് ആണ്. അപ്പോൾ എക്സ് എൻ ഡി എന്ന് പറഞ്ഞ കോമ്പാക്റ്റ് ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞതൊരു കോമ്പാക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്രൂഫ്. ദി പ്രൂഫ് ദാറ്റ് ഡി ഇസ് എ മെട്രിക് ഈസ് ലെഫ്റ്റ് ടു ദി റീഡർ. അതായത് ഡി ഒരു മെട്രിക് ആണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഡി ഓഫ് സൈ തീറ്റ ഇറ്റ എന്ന് പറയുന്നത് ഡി ഓഫ് എക്സ് എൻ കോമ വൈ എൻ ഡിവൈഡഡ് 1 + ഡി ഓഫ് എക്സ് എൻ കോമ വൈ എൻ ആണ്. അപ്പോൾ അതൊരു എന്താണെന്ന് പറഞ്ഞു, ഒരു മെട്രിക് സ്പേസ് ആണെന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു. സപ്പോസ് ഇനിയിപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, സൈക്ക് റേസ് ടു സൈ എന്ന് പറയുന്നത് സൈക്ക് സൈയിലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സ് എൻ റേസ് ടു കെ എന്ന് പറഞ്ഞത് എക്സ് എന്നിലേക്കാണ് മാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സൈ റേസ് ടു കെ ടു സൈ എന്ന് പറഞ്ഞ മീനിങ് എന്താ, സൈ റേസ് ടു കെ ടു സൈ എന്ന് പറഞ്ഞാൽ ഡി ഓഫ് സൈ റേസ് ടു കെ കോമ സൈ എന്ന് പറഞ്ഞത് 0ലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഡി ഓഫ് സൈ റേസ് ടു കെ ടു സൈ എന്ന് പറഞ്ഞത് 0ലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്തു, സപ്പോസ് സിൻസ് ഡി എൻ ഓഫ് എക്സ് എൻ റേസ് ടു കെ എക്സ് എൻ ഡിവൈഡഡ് 1 + ഡി എൻ ഓഫ് എക്സ് എൻ റേസ് ടു കെ എക്സ് എൻ. നമ്മളിപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് പറയുന്നത് സൈ റേസ് ടു കെൻ്റെയും സൈൻ്റെയാണ്. സോ സൈ റേസ് ടു കെ എന്ന് പറഞ്ഞത് എക്സ് എൻ റേസ് ടു കെ ആണ്. സൈ എന്ന് പറഞ്ഞത് എന്താ, എക്സ് എൻ ആണ്. സോ എക്സ് എൻ റേസ് ടു കെൻ്റെയും എക്സ് എന്നിൻ്റെയും ഇതാണ് ഡിവൈഡഡ് 1 + ഡി എൻ ഓഫ് എക്സ് എൻ റേസ് ടു കെ കോമ എക്സ് എൻ വരും. ഓക്കെ, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 റേസ് ടു എൻ ഡി ഓഫ്. അതായത് ഇതെന്ന് പറഞ്ഞത് എന്തായാലും എന്തിനേക്കാളും ചെറുതാവും, ഈ ഡിസ്റ്റൻസിൻ്റെ 2th പവർ 2 റേസ് ടു എൻ, അതിനോട് 2 റേസ് ടു എൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും എന്തായാലും എന്താ വരുള്ളൂ, ചെറുതേ വരുള്ളൂ. ഓക്കെ, വി ഹാവ് ദാറ്റ് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി നമ്മൾ കെനെ ഇൻഫിനിറ്റിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഡി എൻ ഓഫ് എക്സ് എൻ റേസ് ടു കെ കോമ എക്സ് എൻ ഡിവൈഡഡ് 1 + ഡി എൻ ഓഫ് എക്സ് എൻ റേസ് ടു കെ കോമ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഡി എൻ ഓഫ് എക്സ് എൻ റേസ് ടു ഇൻഫിനിറ്റി എന്ന് വരും. സോ ആ ഇൻഫിനിറ്റിയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് എന്തായാലും എന്തായിരിക്കും, 0 ആയിട്ടേ വരുള്ളൂ. സോ അതിൻ്റെ കെ ടെൻസ് ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് പവർ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ആൻസർ 0 വരും. സോ ഇതിന് നമുക്ക് എന്ത് കിട്ടി, എക്സ് എൻ റേസ് ടു കെ എന്ന് പറഞ്ഞത് എക്സ് എന്നിലേക്ക് മാപ്പ് ചെയ്യുന്നു കിട്ടി. ദി പ്രൂവ് ഓഫ് ദി കോൺവേഴ്സ് ഈസ് ലെഫ്റ്റ് ടു ഇടും. അതായത് ഇനി തിരിച്ച് പ്രൂവ് ചെയ്യുക. എക്സ് എൻ റേസ് ടു കെ ടു എക്സ് എൻ ആണ്. എക്സ് എൻ റേസ് ടു കെ ടു എക്സ് എൻ റേസ് ടു കെ എന്ന് പറഞ്ഞത് എക്സ് എന്നിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് നമ്മൾ സപ്പോസ് ചെയ്യുക. അപ്പോൾ എക്സ് എൻ റേസ് ടു കെ എക്സ് എന്നിലേക്ക് മാപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ മീനിങ്, ഡി ഓഫ് എക്സ് എൻ റേസ് ടു കെ കോമ എക്സ് എൻ എന്ന് പറഞ്ഞത് എന്താണ് മീനിങ്, 0 ആണെന്നാണ് മീനിങ്. ഓക്കെ, ഡി ഓഫ് എക്സ് എൻ റേസ് ടു കെ എക്സ് എൻ ഈക്വൽ ടു 0 എന്നാണ് മീനിങ്. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ഡി എൻ ഓഫ് എക്സ് എൻ റേസ് ടു കെ കോമ എക്സ് എൻ ഡിവൈഡഡ് 1 + ഡി എൻ ഓഫ് എക്സ് എൻ റേസ് ടു കെ കോമ എക്സ് എൻ തിരിച്ചെഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇത് 0നോട് ഈക്വലാണ്. സോ 0നോട് ഈക്വലാണ്, ലിമിറ്റ് 0നോട് ഈക്വലാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഡി എൻ ഓഫ് ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എന്തായിരിക്കും, 2 റേസ് ടു എൻ ഡി ഓഫ് സൈ റേസ് ടു കെ ടു സൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വന്ന സ്ഥിതിക്ക് 0ലേക്ക് വല്ല വന്ന ലിമിറ്റ് 0ലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ പേജിൽ എഴുതി തരാം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് തിരിച്ച് പ്രൊപ്പോസ് ചെയ്യുക. തിരിച്ച് പറയുമ്പോൾ നമുക്ക് എന്താ, തിരിച്ച് സപ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എക്സ് എൻ റേസ് ടു കെ ടു എക്സ് എൻ ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൈ റേസ് ടു കെ ടു സൈ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ് എൻ റേസ് ടു കെ ടു എക്സ് എൻ പറഞ്ഞ മീനിങ് എന്താ, ഡി ഓഫ് എക്സ് എൻ റേസ് ടു കെ കോമ എക്സ് എന്ന് പറഞ്ഞത് 0 ആയിരിക്കും എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡി ഓഫ് സൈ റേസ് ടു കെ കോമ സൈ എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ ടു ഡി ഓഫ് എക്സ് എൻ റേസ് ടു കെ കോമ എക്സ് എൻ ഡിവൈഡഡ് 1 + ഡി ഓഫ് എക്സ് എൻ റേസ് ടു കെ കോമ എക്സ് എൻ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടോടത്ത് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 0/1 + 0 അപ്പോൾ എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഡി ഓഫ് സൈ റേസ് ടു കെ കോമ സൈ എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടി.
psi raised to k, psi എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? psi raised to k is converges to psi എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോൺവേഴ്സ് പാർട്ട് അത്രയും പ്രൂവ് ചെയ്യാറുള്ളൂ. ദെൻ നിങ്ങൾ ജസ്റ്റ് നോട്ടിൽ അത് ആ പ്രൂഫ് എഴുതി വെക്കണം കേട്ടോ. അതേപോലെ മെട്രിക് സ്പേസ് ആണെന്നുള്ളതിൻ്റെ പ്രൂഫ് നിങ്ങൾ എഴുതി വെക്കണം. ദെൻ നെക്സ്റ്റ് ഇനി ഇപ്പം നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എക്സ് എൻ കോമ ഡി എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ആണെങ്കിൽ എക്സ് കോമ്പാക്റ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നൗ സപ്പോസ് ദാറ്റ് ഈച്ച് എക്സ് എൻ കോമ ഡി എൻ ഈസ് കോമ്പാക്റ്റ്. ടു ഷോ ദാറ്റ് എക്സ് ഡി ഈസ് കോമ്പാക്റ്റ് ഇറ്റ് സഫിക്സസ് ടു ഷോ ദാറ്റ് എവരി, അതായത് കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എവരി സീക്വൻസ് ഇൻ എക്സ് ആസ് എ കൺവേർജൻസ് സബ് സീക്വൻസ്. അങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. കോമ്പാക്റ്റ് ആണ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഈസ് കോമ്പാക്റ്റ് ആൻഡ് എവരി സീക്വൻസ്, അതായത് ഏതൊരു സീക്വൻസ് എടുത്താലും എക്സിൽ ഏതൊരു സീക്വൻസ് എടുത്താലും അതെന്ത് ചെയ്യും? ആൻഡ് ഇസ് കൺവേർജൻസ് സബ് സീക്വൻസ്. അതിനൊരു കൺവേർജൻസ് സബ് സീക്വൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താലും അതെന്താണ്? കോമ്പാക്റ്റ് ആണ്. സോ ദാറ്റ് ദിസ് ഇസ് അക്കംപ്ലിഷ്ഡ് ബൈ ദി കാൻഡർ ഡയഗണലൈസേഷൻ പ്രോസസ്. ദെൻ നമ്മൾ എന്തെടുത്തു? psi raised to k equal to xn raised to k element of x for each k greater than or equal to 1. Consider the sequence of the first entries of the psi raised to k, that is consider x1 raised to k. ഫസ്റ്റ് നമ്മൾ ഒരു സീക്വൻസ് എടുത്തു. psi raised to k എന്ന് പറഞ്ഞാൽ xn raised to k ആണ്. k എന്ന് പറഞ്ഞാൽ 1-നേക്കാളും വലുത്, 1 1-നോട് ഈക്വലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സീക്വൻസ് ആയിട്ടുള്ള x1 raised to k എടുത്തു. ഓക്കെ, ഈ k എന്ന് പറഞ്ഞത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. k ലെസ് ദാൻ ഇൻഫിനിറ്റി, 1-നും 1-ഓ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയുടെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് k എന്ന് പറഞ്ഞത്. ഈ സബ്സെറ്റ് ഓഫ് x1 അതെന്താണ്? x1-നോട് സബ്സെറ്റ്. സിൻസ് x1 ഈസ് കോമ്പാക്റ്റ്, അപ്പോൾ നമുക്ക് എന്ത് പറയാം? x1 എന്ന് പറഞ്ഞത് ഒരു കോമ്പാക്റ്റ് സെറ്റ് ആണെന്ന് പറയാം. കാരണം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? xn കോമ്പാക്റ്റ് ആണെന്ന്. xn പറഞ്ഞാൽ എന്താ? x1 x2 എക്സെട്ര xn. ഓക്കെ, അതിൽ അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? x1 കോമ്പാക്റ്റ് ആണ് നമുക്ക് കിട്ടി. ദർ ഇസ് എ പോയിൻറ്റ് x1, ഒരു പോയിൻറ്റ് നമ്മൾ x1 ഇൻ x1 ആൻഡ് എ സബ് സീക്വൻസ് x1 raised to k. അതിനൊരു സബ് സീക്വൻസ് ഉണ്ട് x1 raised to k വിച്ച് കൺവേർജസ് ടു ഇറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുമെന്ന് പറയാം. കാരണം x1 ഒരു കോമ്പാക്റ്റ് ആയതുകൊണ്ട് x1-ലെ ഒരു സീക്വൻസ് ആണ് ഈ x1 raised to k എന്ന് പറഞ്ഞത്. അതെന്തിലേക്ക് കൺവേർജ് ചെയ്യും? x1-ലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, വി ആർ നൗ ഫേസ്ഡ് വിത്ത് എ പ്രോബ്ലം ഇൻ നൊട്ടേഷൻ. ഇഫ് ദി സീക്വൻസ് സബ് സീക്വൻസ്, അതിൻ്റെ സബ് സീക്വൻസ് x1 raised to k equal to 1 is denoted by s. അതായത് x1 raised to k ഒരു സബ് സീക്വൻസ് ഉണ്ടാവും. ആ സബ് സീക്വൻസിനെ നമ്മൾ x1 raised to kj എന്ന് ഡിനോട്ട് ചെയ്യണം. ഓക്കെ, സബ് സീക്വൻസിനെ kj എന്ന് ഡിനോട്ട് ചെയ്യാണ്. സീക്വൻസിനെ വെറും k വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. There's a little confusion at the stage. However, the next step in the proof is to consider corresponding subsequence of second entry. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വേറൊരു സബ് സീക്വൻസ് എടുക്കുകയാണ്. എന്തിൻ്റെ? സെക്കൻഡ് എൻട്രി പറഞ്ഞാൽ x2 raised to k-ൻ്റെ സബ് സീക്വൻസ് ആയിട്ട് നമ്മൾ എന്തെടുത്തു? x2 raised to kj എന്ന് എടുത്തു. ഓക്കെ, x2 raised to kj എന്ന് എടുത്തു. കാരണം എന്താ? അതൊരു കോമ്പാക്റ്റ് ആണ്. കോമ്പാക്റ്റ് സെറ്റിലെ സീക്വൻസ് ആണ്. കാരണം x2 എന്ന് പറഞ്ഞത് എന്താണ്? കോമ്പാക്റ്റ് ആണ്. can take a subsequence of this. Furthermore, it is necessary to continue, അതായത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് സബ്സീക്വൻസ് എന്തൊക്കെ കിട്ടും? ഫസ്റ്റ് എൻട്രിയുടെ സബ്സീക്വൻസ് ആണ് x1 raised to kj എന്ന് പറഞ്ഞത്. സെക്കൻഡ് എൻട്രിയുടെ x2 raised to kj എന്ന് പറഞ്ഞു. ദെൻ for all the entry, it is easily to seen that this is opening up a notational Pandora box. However, there is an alternative to denote the convergent subsequence x1 raised to k by x1 raised to k element of n, where n1 is an infinite subset of the positive integer n. Consider the sequence of second entry psi raised to k element of n1. Then there is a point x2 in x2 and an infinite subset n2 subset of n1. എന്താ പറയാൻ വിചാരിച്ചാൽ x1 raised to k എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് നമുക്ക് കിട്ടി. അതിന് നമ്മൾ n1 പറഞ്ഞ ഒരു ഇൻഫിനിറ്റ് സബ്സെറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, n1 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് സബ്സെറ്റിൻ്റെ എലമെൻ്റ് ആണെന്ന് വിചാരിക്കാം. ദെൻ അതേപോലെ നമ്മൾ x2 in x2-ലെ സെക്കൻഡ് സബ്സെറ്റായിട്ട് ഇൻഫിനിറ്റ് സബ്സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു? n2 എടുത്തു. അത് എന്തിൻ്റെ സബ്സെറ്റാണ്? n1-ൻ്റെ സബ്സെറ്റാണ്. ഓക്കെ, സച്ച് ദാറ്റ് ലിമിറ്റ് x2 raised to k എലമെൻറ്റ് ഓഫ് n2 എന്നാണ്. ഇനി നമ്മൾ കണ്ടിന്യൂ ഇൻ ദിസ് പ്രോസസ് നമുക്ക് എന്ത് കിട്ടും? n1 കിട്ടും. n1 is superset of n2 is superset of n3 is superset of etc. And points xn in xn such that നമുക്ക് എന്ത് കിട്ടും? nj എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമ്മൾ n കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? nj എന്ന് കൊടുത്തു. nj and consider psi raised to kj. we claim that നമ്മൾ പറഞ്ഞിട്ടുണ്ട് psi raised to kj psiയിലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ xn പറഞ്ഞത് xn raised to k എന്ന് പറഞ്ഞത് xലേക്ക് മാപ്പ് ചെയ്യും. സോ k tends to infinity എന്ന് വരും. kj എന്ന് പറഞ്ഞതിൽ tends to infinity ആണെങ്കിൽ k tends to infinity. To show that this is suffices to show that xn equal to limit kj tends to infinity xn raised to kj. Okay,
അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്തത് നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇതിന് സബ് സീക്വൻസ് ഉണ്ടെന്ന് കണ്ടെത്തി. ഇനി നമുക്ക് ക്ലെയിം ചെയ്യുന്നത് നമ്മൾ എന്താ വിചാരിച്ചാൽ, നമ്മൾ സപ്പോസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, അതായത് ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് വെച്ചാൽ സൈ റേസ് ടു കെ ജെ ഈസ് ടെൻസ് ടു സൈ ആണെങ്കിൽ ഈ സൈ എന്തിനോട് ഈക്വലാണ്, എക്സിനോട് ഈക്വലാണ്. ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി, കെ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ സൈ റേസ് ടു കെ ജെ എന്ന് പറഞ്ഞാൽ സൈയിലേക്ക് തന്നെ പോകണമെന്നാണ് പ്രൂവ് ചെയ്യണം. സോ ടു ഷോ ദാറ്റ് സഫിസസ് ടു ഷോ ദാറ്റ്, അതായത് ഇത് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇത് പ്രൂവ് ചെയ്താൽ മതി. അതായത് എക്സ് എൻ ഈക്വൽ ടു ലിമിറ്റ് കെ ജെ ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് എൻ റേസ് ടു കെ ജെ. അതായത് കെ ജെ എന്ന് പറഞ്ഞത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എക്സ് എൻ റേസ് ടു കെ ജെൻ്റെ വാല്യൂ എക്സ് എൻ ആകുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഫോർ ഈച്ച് എൻ ഗ്രേറ്റർ ദാൻ 0 ബട്ട് സിൻസ് എൻ ജെ ഈസ് സബ്സെറ്റ് ഓഫ് എൻ എൻ, അതായത് എൻ ജെ എന്ന് പറഞ്ഞത് ഒരു സബ് സീക്വൻസ് ആണ്, എൻ എൻ എന്ന് പറഞ്ഞത് എന്താണ്, വലിയൊരു സീക്വൻസ് ആണ്. ഓക്കെ, ആൻഡ് ഫോർ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ, അല്ല എൻ എന്ന് പറഞ്ഞാൽ ചെറിയ സീക്വൻസ് ആണ്, എൻ ജെ എന്ന് പറഞ്ഞാലാണ് വലിയ സീക്വൻസ് വരുന്നത്. ആസ് എ സബ് സീക്വൻസ് ഓഫ് എക്സ് എൻ റേസ് ടു കെ എൻ ഇറ്റ്സ് ഫോളോസ് ഫ്രം 1.1.20 ആൻഡ് ഫ്രം 1.19. 1.19 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ സുപ്രീമം 1.19 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഇക്വേഷൻ, അതായത് ലിമിറ്റ് എക്സ് എൻ റേസ് ടു കെ എലമെൻറ്റ് ഓഫ് എൻ എൻ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷനില്ലേ, ഈ ഒരു ഇക്വേഷനും അതേപോലെ ഈ ഒരു ഇക്വേഷനും വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് എന്തിനോട് ഈക്വലായി, ഇത് രണ്ടും ലിമിറ്റ് എക്സ് എൻ റേസ് ടു കെ സച്ച് ദാറ്റ് കെ എലമെൻറ്റ് ഓഫ് എൻ എൻ ആൻഡ് ലിമിറ്റ് കെ ജെ ടെൻസ് ടു